ഹലോ, അസ്സലാമു അലൈക്കും. റുബി സ്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബാണ്. ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നു നമുക്ക് സ്റ്റോക്ക് വരാനുണ്ടെന്ന്. അപ്പോൾ അൽഹംദുലില്ലാ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എത്ര കളേഴ്സ് വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ആവശ്യമുള്ളത് ബുക്ക് ചെയ്യണേ. അപ്പോൾ ഒരുപാട് പേര് പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ടിയുള്ളവർ അറിയാമല്ലോ, ചോദിച്ചവർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ട കളർ എന്താണെന്ന് മെസ്സേജ് ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്ന സ്റ്റോർ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യണം. അപ്പോൾ വേണ്ടത് നിങ്ങൾ ബുക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് കളേഴ്സ് കാണാം. അതോടൊപ്പം ഞാൻ കുറച്ച് പിന്നും കൂടെ കാണിച്ചു തരാം. നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നാണ് ഇത്. നമ്മൾ മുന്നേ ഇവിടെ ഇങ്ങനെ സാധാരണ പിന്നുകളുണ്ടല്ലോ, അതിൻ്റെ തന്നെ ഇമ്പോർട്ടഡ് പിന്നാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതാ കാണുന്നുണ്ടോ നല്ലപോലെ. അപ്പോൾ അതിൻ്റെ കളേഴ്സും ഉണ്ട്. ഡാർക്ക് കളേഴ്സാണ്, പിന്നെ ബ്ലാക്ക് വൈറ്റും ഉണ്ട്. ഇത് ലൂപ്പിനാണ്. ലൂപ്പിൻ എല്ലാവർക്കും അറിയായിരിക്കും, ഇറാനി ലൂപ്പിനാണ്. ഇത് നമ്മൾ ഈ ഒരു പോർഷനിലേക്ക്, ഇതിപ്പം ഹിജാബ് ഇട്ടിരിക്കുന്നുണ്ട്, ഇത് ആവശ്യം വരില്ല. അല്ലാതെ തന്നെ നമ്മൾ ഷോളുകൾ ഇടുമ്പോഴത്തേന് 2 സൈഡും കൂടി പിടിച്ചിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കുത്തുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷോൾ ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാഗ്നറ്റിക് പിന്ന് പോലെ തന്നെ ഷോൾ ഡാമേജ് ആവാതെ പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഒരു ലൂപ്പ് പിന്നാണ്, ഇറാനി ലൂപ്പിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോളുകൾ കീറി നശിച്ചു പോകത്തില്ല. ഇത് നല്ലപോലെ ടൈറ്റായിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. അതുപോലെ ഇവിടെ ആയാലും ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് നമുക്കിത് ഉള്ളിലോട്ട് വെച്ചാൽ മതി. മിറർ വെക്കാതെ എനിക്ക് പാടായിരിക്കും. ഇങ്ങനെ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണ് യൂസ് ചെയ്യാൻ. ഇതിൻ്റെ ഒരുപാട് പീസസ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ഇതിങ്ങനെ കാർഡായിട്ടുണ്ടെങ്കിൽ കാർഡായിട്ടുണ്ട്. ഇത് 40 രൂപയാണ്. ഇമ്പോർട്ടഡ് പിന്നാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ ബുക്ക് ചെയ്തോണേ. ഇത് മുന്നേ നമ്മളടുത്തുള്ളതാണ്. വെറൈറ്റി പല പല മോഡൽസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹിജാബിൻ്റെ കളറുകൾ ഞാൻ കാണിച്ചു തരാം. നോക്കിയിട്ട് വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഹെവി ജോർജറ്റ് മെറ്റീരിയലാണ്, മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ക്യാൻവാസിൽ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രെച്ചബിൾ അല്ല, തിക്കായിട്ടുള്ള നല്ലൊരു ക്യാൻവാസാണ്. പിന്നെ ഡബിൾ ലെയർ ഹിജാബാണ്. എക്സ്ട്രാ ഈ ഒരു ഹാങ്ങിങ് പോർഷൻ കൂടെ വരുന്നുണ്ട്. ഈ ഹിജാബ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ചുറ്റി വെക്കാനും കൂടെ പറ്റുന്നതാണ്. ഇതിപ്പോൾ ചുറ്റി ഉപയോഗിക്കാത്തവരുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ഇട്ട് യൂസ് ചെയ്യാം. വലിപ്പമുണ്ട്. എക്സൽ സൈസുകാർക്ക് 58 പറത്തേക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റി ഇങ്ങനെ വെക്കുന്നവർക്ക് വെക്കാം. കഴിഞ്ഞ ദിവസം ഒരു എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ആദ്യത്തെ ഇവിടെ ഓൺലൈൻ വാങ്ങിയിട്ട് ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് വന്നത്. അതും കാണാൻ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണ്. അപ്പോൾ അടുത്ത കളറ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ബ്ലാക്ക് മാത്രമായിട്ട് നമുക്ക് ഒരുപാട് പീസുണ്ട്. ബ്ലാക്ക് മാത്രം വേണ്ടിയുള്ളവർക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പർദ്ദയുടെ സൈസ് 52 മുതൽ 58 വരെ യാതൊരു ഡൗട്ടും ഇല്ലാതെ ഇത് ഉപയോഗിക്കാം. പിന്നെ ചിലവർ ഇതിപ്പോൾ എനിക്ക് 56ൻ്റെ അബായ സൈസ് ഓക്കെയാണ്, അപ്പോൾ എനിക്ക് ഇത്രയും കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേ സൈസിലുള്ള ബോഡി ആയിരിക്കത്തില്ലല്ലോ. വലിയ വണ്ണം ഉള്ളവരുണ്ടാവും, വണ്ണം കുറഞ്ഞവരുണ്ടാവും. വണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒത്തിരി ഇറക്കത്തിൽ ഹിജാബ് ഇടുന്നവരുണ്ടാവും. മലബാർ ഏരിയയിലൊക്കെ ചിലവർ നല്ല ലെങ്ത്തിലാണ് ഹിജാബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് ലെങ്ത്തുള്ള ഐറ്റം അല്ല. നമ്മളുടെ മലേഷ്യൻ അവരുടെ സൈസിൽ ഇത് എക്സലാണ്. സലഫി മക്കന, നാട്ടിലെ സലഫി മക്കന എക്സൽ എന്ന് പറയുമ്പോൾ വലുതാണ്. അപ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇതിൻ്റെ സൈസ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. എൻ്റെ സൈസ് എക്സലാണ്. അപ്പോൾ 56ഉം 54 ഉള്ളവർക്കും അറിയായിരിക്കും, 2 ഇഞ്ച് വ്യത്യാസമാണ് സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കി മനസ്സിലാക്കുക. റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. 660 രൂപയാണ് ഫ്രീ ഡെലിവറി. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാഫ് അത് വിയർ ചെയ്ത് കാണിച്ചു തരും. നോക്കി കൺഫേം ആക്കിയതിന് ശേഷം ബുക്ക് ചെയ്യണേ. കാരണം ആളുകൾ ഇങ്ങനെ ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ചിലവർ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വാങ്ങിയിട്ട് അത് ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. എല്ലാവരും അല്ല. അപ്പോൾ ആ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് ഈ കളർ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് റിട്ടേൺ ഓപ്ഷൻ ഇല്ല, കാരണം നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓൺലൈൻ പേജുകളെയും പോലെ ജസ്റ്റ് ഫോട്ടോ കാണിച്ചിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സെയിൽസിലെ സ്റ്റാഫ് വളരെ വിശദമായിട്ട് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങുക. ഒരു മലേഷ്യൻ ഹിജാബിൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചാണ്. ഒരു
ഒരു കസ്റ്റമർ എൻ്റെ ഇത്രയും നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കസ്റ്റമർ ഇട്ട കമൻറ്റാണ്. മലേഷ്യൻ ഹിജാബ് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, പക്ഷേ പറയത്തക്ക ക്വാളിറ്റി ഇല്ലയെന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ടുണ്ട്, എണ്ണമില്ലാത്ത അത്രയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയിട്ടുള്ളവർ ഇതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഒരുപാട് പേര് വാങ്ങുന്നതാണ്, ക്വാളിറ്റി ഇല്ലാതെ വരില്ല. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ സെയിൽ ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്, മലേഷ്യൻ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെവി ജോർജറ്റ് മെറ്റീരിയലാണ്. മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല. നല്ല സ്റ്റിച്ചിങ്ങും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്. നോക്കി, ഇതിൽ കൂടുതൽ ക്വാളിറ്റി എങ്ങനെയാണ് തരാൻ പറ്റുന്നത് 660 രൂപയ്ക്ക്? അപ്പോൾ നിങ്ങൾ പറയും 660 രൂപയ്ക്ക് ഈ ഒരു ഇമ്പോർട്ട് ചെയ്ത ഐറ്റം ഈ നാട്ടിൽ ഈ ഒരു രീതിയിൽ തരണമെങ്കിൽ നമ്മളതിൽ മാർജിൻ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും കൊണ്ടുവന്ന് നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര അധികം ഞാൻ എത്ര വീഡിയോസ്, ഇതിൻ്റെ മാത്രം വീഡിയോസ് എനിക്കൊരു 50 വീഡിയോ ഇട്ടിട്ടുണ്ടാകും. കാരണം അത്രയും പേര് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. അപ്പം അതിൽ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുമോ? അപ്പോൾ 100% എന്താണ് ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും മോശമായിട്ടുള്ള ഐറ്റം നമ്മൾ വിൽക്കില്ല. പിന്നെ തുണിയുടെ കാര്യമാണ്, ഓരോരുത്തർ യൂസ് ചെയ്യുന്നത് വാഷ് ചെയ്യുന്നതൊക്കെ പല രീതിയിലായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ലോത്ത് അത് ഉപയോഗിക്കുന്ന രീതിയും ഒക്കെ ആയിരിക്കും. ഒരു കസ്റ്റമർ പാർട്ടി വെയർ പർദ്ദ എടുത്തു, പ്രീമിയം എടുത്തിട്ട് പറയാണ് ഞാൻ മെഷീൻ വാഷാണ് ചെയ്യുന്നതെന്ന്. എന്താ അത് പിന്നെ നിൽക്കുമോ? നമുക്ക് ഏറ്റവും കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം മെഷീനിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നശിച്ച് അത് എത്രയും പെട്ടെന്ന് നശിച്ച് പോകുന്നതാണ്. മെഷീൻ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്, സ്റ്റോണുള്ളൊന്നും വാഷ് ചെയ്യില്ലല്ലോ. അപ്പോൾ നോക്കുക, ഇത് നമ്മുടെ ലൂപ്പിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഇറാനി ലൂപ്പിൻ, ബ്ലാക്ക് കളറിലെ ഹാങ്ങിങ് ഹിജാബാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങോട്ട് കാണിക്കുമോ ടേബിളിലേക്ക്, ബാക്കിലോട്ട് നോക്കി. ഇത് നമുക്കിങ്ങനെ ചുറ്റി നല്ല ഭംഗിയിൽ ചുറ്റി സ്റ്റോണൊക്കെ കാണുന്ന രീതിയിൽ ചുറ്റി ഇങ്ങനെ വയ്ക്കാം. ഫ്രണ്ട് നല്ല കവറേജ് കിട്ടും. ഞാനിതിപ്പോൾ ഇങ്ങനെ ഫുള്ള് പിൻ ചെയ്യാതിട്ടിരിക്കുവാണ്. എല്ലാവർക്കും ഇങ്ങനെ ഷോൾഡർ കവർ ചെയ്യുന്ന ഇഷ്ടമാവണമെന്നില്ല. ഷോൾഡർ കവർ ചെയ്യാതെ ഇത് നല്ലപോലെ പിടിച്ചിട്ട് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചിട്ട് ഇത് റെഡി ടു വെയർ ആണ്. നിങ്ങൾക്ക് വളരെ എളുപ്പം വിയർ ചെയ്ത് പോകാൻ പറ്റും. ഒരു 2-3 ദിവസം മുമ്പ് ഒരു ഉമ്മ വന്ന ഉമ്മയുടെ കൈക്ക് സ്വാധീനക്കുറവ് സംഭവിച്ചു, ഞരമ്പ് രക്തയോട്ടക്കുറവ് കാരണം. അപ്പോൾ ആ ഉമ്മ പറഞ്ഞത് ഞാൻ ഷോൾ തന്നെയാണ് പിൻ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ കൈ സുഖമില്ലാത്ത കാരണം കൈയും ഒരു സൈഡ് ഫുൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉമ്മനെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പിൻ ചെയ്യാനൊന്നും വയ്യാത്ത കാരണമാണ് ഈ ഹിജാബ് തേടി ഇത്രയും ദൂരം വന്നേന്ന്. അപ്പോൾ അതുപോലെയുള്ള പെട്ടെന്ന് ഇടാൻ പിന്നൊക്കെ കുത്തി സമയമെടുക്കാൻ വയ്യാത്തവർക്കൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ പുറത്തു പോകാം. ഷോൾ ഇടുമ്പോൾ ഫുള്ള് നമുക്ക് മറയാൻ പറ്റത്തില്ല. പിന്നെ അത് പിന്ന് കുത്തി വൃത്തിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭംഗി കിട്ടത്തില്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും വരത്തില്ല. നോക്കി വേണ്ടവർ എത്രയും വേഗം ബുക്ക് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്കാണ്, കണ്ടമാനമുണ്ട്, നിറയെ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് തീരും. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഹിജാബ് നോക്കുന്നവർ എത്രയും വേഗം ഇത് ബുക്കിംഗ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.